കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചയിലെ സന്ദേശവുമായി നിങ്ങളെ കാണുവാൻ വലിയവനായ ദൈവം അവസരങ്ങളെ ഒരുക്കിയതോർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ആഴ്ചയിലെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. അതിനാധാരമായി 2 തിമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഒരിക്കൽ കൂടെ വചനം പറയട്ടെ. 2 തിമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചയിലെ സന്ദേശത്തിനായി വായിച്ച വേദഭാഗത്തിൽ നിന്നും ദൈവിക സന്ദേശങ്ങൾ നിങ്ങൾക്ക് കൈമാറുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 1 തിമോഥെയോസ്, 2 തിമോഥെയോസ് ലേഖനങ്ങൾ തിമോഥെയോസിനെ കർത്താവിൻ്റെ ആലോചന അറിയിക്കുന്ന പൗലോസ് ദൈവിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ശക്തമായി ഈ ലേഖനങ്ങളിലൂടെ അറിയിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലങ്ങളിലേക്കോ ചരിത്രങ്ങളിലേക്ക് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവിക സന്ദേശം മാത്രം നിങ്ങളോട് അറിയിപ്പാനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. വായിച്ച തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരട്ടെ. 4:16 പൗലോസ് വളരെ വേദനയോടെ ആ വാക്യം ആരംഭിക്കുകയാണ്. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ എനിക്ക് ആരും തുണ നിന്നില്ല. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. വളരെ വേദനയോടെ, ഭാരത്തോടെ തിമോഥെയോസിനോട് പൗലോസ് പറയുന്നു, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. സുവിശേഷം നിമിത്തമായി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട പൗലോസ് വിചാരണയ്ക്കായി കാത്ത് നിൽക്കുന്ന സമയത്ത്, ഞാനതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, വിചാരണയ്ക്കായി കാത്തു നിൽക്കുന്ന പൗലോസിൻ്റെ ജീവിതത്തിൽ കൂടെ നിൽക്കേണ്ട ആളുകൾ, കൂടെ സഞ്ചരിക്കേണ്ട ആളുകൾ, ആശ്വാസമായി നിൽക്കേണ്ടുന്നവർ ആരും തൻ്റെ ഈ വിചാരണ സമയത്ത് കാരാഗൃഹ വാസത്തിൽ 1-ാം പ്രതിവാദത്തിൽ ആരും തുണ നിന്നില്ല, എല്ലാവരും കൈവിട്ടു. ശ്രദ്ധിക്കണമേ, പൗലോസ് എന്ന് പറയുന്ന ദൈവഭക്തൻ വളരെ വേദനയോടെ പറയുകയാണ്, എൻ്റെ കൂടെ നിൽക്കേണ്ടുന്നവർ, എന്നോട് കൂടെ സഞ്ചരിക്കേണ്ടവർ, എനിക്ക് ആശ്വാസമായി തീരേണ്ട പലരും തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും കടന്നു വരാൻ സാധ്യതയുണ്ട്. ഒരു കാലത്ത് നാം സ്നേഹിച്ചവർ, ഒരു കാലത്ത് നാം സഹായിച്ചവർ, അങ്ങനെ പല രീതിയിലും മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി നിന്ന നാം ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, നമുക്ക് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, നമ്മോട് കൂടെ നിൽക്കേണ്ടുന്നവർ, നമ്മെ കൈതാങ്ങി നടത്തേണ്ടുന്നവർ, നമുക്ക് തുണയായി നിൽക്കേണ്ട പലരും നമ്മളെ വിട്ട് കടന്നു പോകും, ശ്രദ്ധിക്കാതെ വരും, തുണ നിൽക്കാതെ വരും, കൈവിടും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഇന്നേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങളോട് ഒരു സന്ദേശം അറിയിക്കുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. പലരും നമ്മളെ കൈവിട്ട് പൊക്കോട്ടെ, പലരും ശ്രദ്ധിക്കാതെ പൊക്കോട്ടെ, പലരും തുണ നിൽക്കാതെ പൊക്കോട്ടെ, പലരും കൈവിട്ടോട്ടെ. പക്ഷേ ഇന്ന്
ഈ ദൈവിക സന്ദേശത്തിലൂടെ പ്രിയമുള്ളവരെ നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ, ഉറപ്പിക്കുവാൻ ദൈവാത്മാവിൽ ചില ആലോചന നിങ്ങൾക്ക് ഞാൻ കൈമാറുകയാണ്. പൗലോസ് പറഞ്ഞു, എൻ്റെ പ്രതിവാദ്യത്തിൽ, ഒന്നാം പ്രതിവാദ്യത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. പക്ഷേ വിളിച്ചു വേർതിരിച്ചവൻ, തൻ്റെ വേലയ്ക്ക് വേണ്ടി ആക്കി വച്ച കർത്താവ് പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നു. ആരൊക്കെ തന്നെ കൈവിട്ടാലും, ആരെല്ലാം തുണയില്ലാതെ മാറി നിന്നാലും വിളിച്ച ദൈവം വിശ്വസ്തൻ. അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. 17-ാം വാക്യവും 18-ാം വാക്യവും വായിക്കുമ്പോൾ, ഒന്നാം പ്രതിവാദ്യത്തിൽ തുണ നിൽക്കേണ്ടവർ തുണ നിൽക്കാതെ മാറിപ്പോയി, എല്ലാവരും പൗലോസിനെ കൈയൊഴിഞ്ഞു. ആ പ്രതിസന്ധിയിൽ കർത്താവ് പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നു. അതാണ് 17-18 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 17-ാം വാക്യം ആരംഭിക്കുമ്പോൾ അതിശക്തമായ ഹല്ലേലൂയ, ധൈര്യപ്പെടുത്തുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന വചനമാണ്. കർത്താവോ എനിക്ക് തുണ നിന്നു, കർത്താവോ എനിക്ക് തുണ നിന്നു. തുണ നിൽക്കേണ്ടവർ തുണ നിൽക്കാതെ മാറിപ്പോയപ്പോൾ, കൂടെ നിൽക്കേണ്ടവർ കൂടെ നിൽക്കാതെ അകന്നു പോയപ്പോൾ, ഹല്ലേലൂയ, പൗലോസിനെ കൈവിട്ടപ്പോൾ വിളിച്ചു വേർതിരിച്ച ദൈവം പൗലോസിന് തുണ നിന്നു. ഇന്ന് ഞാൻ ദൈവിക സന്ദേശം കൈമാറട്ടെ. തുണ നിൽക്കേണ്ടവർ മാറിപ്പോകുമ്പോൾ നിനക്ക് കർത്താവ് തുണ നിൽക്കും. നീ മനസ്സിൽ ആശ്രയിക്കണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിനക്ക് തുണ നിൽക്കും. യേശു നിനക്ക് തുണ നിൽക്കും. ആരും നിനക്ക് തുണയില്ലെങ്കിലും, ആരെല്ലാം നിന്നെ കൈവിട്ടാലും, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ദൈവം നിനക്ക് തുണ നിൽക്കും. തീർന്നില്ല. കർത്താവ് എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിക്കുവാനും സകല ജാതികൾ കേൾക്കുവാനും എന്നെ ശക്തീകരിച്ചു. ഹല്ലേലൂയ. 16-ാം വാക്യത്തിൽ വേദനയോടെ പൗലോസ് ചില കാര്യങ്ങൾ പറഞ്ഞു എങ്കിലും 17-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായി ആത്മാവിൽ വിളിച്ചു പറയട്ടെ. ജനം നിന്നെ കൈവിടുമ്പോൾ, നിന്നെ സ്നേഹിച്ചവർ നിന്നെ കൈവിടുമ്പോൾ, ഹല്ലേലൂയ, അവർ തുണ നിൽക്കാതെ മാറി നിൽക്കുമ്പോൾ, ആ സമയത്താണ് ദൈവത്തിൻ്റെ തുണ, ആ സമയത്താണ് ദൈവം നിന്നെ ശക്തീകരിക്കുന്നത്. ഹല്ലേലൂയ. നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, നിന്നെ മാറ്റി നിർത്തുമ്പോൾ, നിന്നോട് കൂടെ നിൽക്കേണ്ടുന്നവർ നിന്നെ വിട്ട് അകന്നു പോകുമ്പോൾ ആയിരിക്കും കർത്താവിൻ്റെ സാന്നിധ്യം യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവർ, നിങ്ങൾ എവിടെയായിരുന്നാലും, ഒറ്റയ്ക്കായിരുന്നാലും, കൈവിടപ്പെട്ട നിലയിലായിരുന്നാലും, തള്ളപ്പെട്ട നിലമയിലായിരുന്നാലും, ഞാൻ ദൈവാത്മാവിൽ ദൂത് വിളിച്ചു പറയട്ടെ, പ്രൈസ്. ആ ഒറ്റപ്പെടലിൻ്റെ സാഹചര്യത്തിലായിരിക്കും ദൈവ സാന്നിധ്യം നിന്നിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോഴായിരിക്കും കർത്താവ് നിനക്ക് തുണയായി ഇറങ്ങി വരുന്നത് യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് ധൈര്യപ്പെടുക. കൈവിടപ്പെടുമ്പോൾ, തുണ നിൽക്കാതെ വരുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ തനിച്ചായി പോയല്ലോ എന്നുള്ള ചിന്ത നിന്നെ ഭരിക്കുവാൻ തുടങ്ങുമ്പോൾ, പ്രൈസ്, നീ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവ സാന്നിധ്യം നിനക്ക് അവിടെ അനുഭവിച്ചറിയുവാൻ കഴിയും. ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ തുണ നിനക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും. പൗലോസ് പറയുന്നു, കർത്താവ് എനിക്ക് തുണ നിന്നു. 2, കർത്താവ് എന്നെ ശക്തീകരിച്ചു. എന്നെ എന്തിനു വേണ്ടി വിളിച്ചു വേർതിരിച്ചുവോ അത് ചെയ്യുവാൻ, ആ പ്രസംഗത്തെ ചെയ്തെടുക്കുവാൻ ദൈവം എന്നെ ശക്തീകരിച്ചു. തീർന്നില്ല. അടുത്ത വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷ പ്രാപിച്ചു. ഞാൻ രക്ഷ പ്രാപിക്കുവാനായിട്ടിടയായി തീർന്നു. തീർന്നില്ല. 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ,
കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു. ഞാൻ രക്ഷ പ്രാപിച്ചു, ഞാൻ വിടുവിക്കപ്പെട്ടു. ഹല്ലേലൂയ. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ തുണ നിൽക്കേണ്ടുന്നവർ തുണ നിന്നില്ല, അവരെല്ലാവരും എന്നെ കൈവിട്ടു എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ, ആ സമയത്ത്, ശരിയായി ആ കൈവിടപ്പെട്ട സമയത്ത് കർത്താവിൻ്റെ സാന്നിധ്യം പൗലോസിനെ ഇറങ്ങി വന്നെങ്കിൽ, ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലും, ഹല്ലേലൂയ, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിലും ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ, സ്തോത്രം, ആരും കാണാതെ ശ്രദ്ധിക്കാതെ നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ സാധിക്കുമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, യേശുവിന്മേൽ നീ വിശ്വാസത്തെ അർപ്പിച്ചൊരു വ്യക്തിയാണെങ്കിൽ, ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിൽ ദൈവ സാന്നിധ്യത്തെ നിനക്ക് രുചിച്ചറിയുവാൻ കഴിയും. ദൈവം നിന്നെ ശക്തീകരിക്കും. ദൈവം, കർത്താവ് നിനക്ക് തുണയായി ഇറങ്ങി വരും. നിന്നെ രക്ഷപ്പെടുത്തുവാൻ, നിന്നെ രക്ഷയിലൂടെ വഴിനടത്തുവാൻ, ഹല്ലേലൂയ, സിംഹത്തിൻ്റെ വായിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ, സകല തിന്മയിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ കർത്താവ് തുണയായി ഇറങ്ങി വരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ സാഹചര്യം ഏതായിരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നീ പലർക്കും ഒരു കാലത്തിൽ, നീ പലർക്കും, ഹല്ലേലൂയ, നീ ഒരു സഹായമായിരുന്നു. നീ പലർക്കും പല വിധത്തിലൂടെ അവരെ നീ സഹായിച്ചൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിന്റെ ഒരു അവസ്ഥ, നിനക്ക് ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ നിന്റെ കൂടെ നിൽക്കേണ്ടുന്നവർ, നിന്നോട് ചേർന്ന് നിൽക്കേണ്ടുന്നവർ നിന്നോട് കൂടെ ഇല്ല, ചേർന്ന് നിൽക്കുന്നില്ല. അവരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തി ദൂരത്തായിരിക്കുമ്പോൾ ഒരിക്കലും നീ കലങ്ങേണ്ട, ഒരിക്കലും നീ പ്രയാസപ്പെടേണ്ട. കർത്താവ് നിനക്ക് തുണ നിൽക്കും, നിന്നെ ശക്തീകരിക്കും, നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്. ദൈവിക സന്ദേശമാണ് നിങ്ങൾക്ക് കൈമാറുന്നത്. പ്രൈസ്, നീ ഭാരപ്പെടേണ്ട. നീ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. കർത്താവ് എന്നെ ശക്തീകരിച്ചു, കർത്താവ് എനിക്ക് തുണ നിന്നു, എന്നെ കൊണ്ട് ചെയ്യേണ്ടുന്ന പ്രവൃത്തി ചെയ്തെടുക്കുവാൻ. ഹല്ലേലൂയ. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്, ഞാൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടുവോ, ദൈവം എന്നെ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തുവോ, പ്രൈസ് ദി ലോർഡ്, ആ കാര്യം ചെയ്തു തീർക്കുവാൻ ദൈവം എന്നെ ശക്തീകരിച്ചു. നീ ഒരിക്കലും ഒറ്റപ്പെടുകയില്ല. ഹല്ലേലൂയ. ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും ദൈവം വിടില്ല, ദൈവം സമ്മതിക്കുകയില്ല. പൗലോസ്, ദൈവം നിന്നെ സമ്മതിക്കുകയില്ല. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം സമ്മതിക്കുകയില്ല. വിശ്വസിച്ചോ, വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. കർത്താവ് നിനക്ക് തുണ നിൽക്കും, കർത്താവ് നിനക്ക് തുണ നിൽക്കും. ഹല്ലേലൂയ. കഷ്ടകാലത്ത് കർത്താവ് നിനക്ക് തുണ നിൽക്കും. കഷ്ടകാലത്ത് ആരെല്ലാം, പ്രതിസന്ധികളിൽ ആരെല്ലാം നിന്നെ കൈവിട്ടു പോയാലും കർത്താവ് നിനക്ക് തുണ നിൽക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾക്ക് സന്ദേശത്തെ കൈമാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, പൗലോസ് പറഞ്ഞു, എനിക്കാരും തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടെന്ന് 16-ാം വാക്യത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ 17-ലും 18-ലും ദൈവപ്രവൃത്തി കാണുവാൻ പൗലോസിന് ഇടയായെങ്കിൽ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല വചനങ്ങൾക്കായി സ്തോത്രം കർത്താവേ. പൗലോസ് 16-ാമത്തെ വാക്യത്തിൽ തൻ്റെ അവസ്ഥ, വേദന വിളിച്ചു പറഞ്ഞപ്പോൾ 17-ലും 18-ലും കർത്താവിൻ്റെ പ്രവൃത്തി കാണുവാൻ പൗലോസിന് ഇടയായെങ്കിൽ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും ജീവിതത്തിൽ വന്നിരിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ഒറ്റപ്പെടലിൻ്റെ മധ്യത്തിൽ ദൈവ പ്രവൃത്തി, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ദൈവം സമ്മതിക്കരുത്, അവരെ ഒറ്റയ്ക്ക് വിടുവാൻ ദൈവം സമ്മതിക്കരുത്. തുണയായി നിൽക്കണമേ, ശക്തീകരിക്കണമേ, അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. പ്രാർത്ഥന യാചനയും കേട്ടതിനായ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവപ്രവർത്തി നിനക്ക് കാണുവാൻ കഴിയും. നീ ഒറ്റയ്ക്കല്ല, ദൈവം നിനക്ക് തുണ നിൽക്കും, നിന്നെ മുന്നോട്ട് നയിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി
അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.